ഉണ്ട്. എന്നാടി ഇവിടെ കരുവാടിച്ചു പോയല്ലോ. ആന്നേ ഞാനും പറഞ്ഞ അവളോട് അല്ലേ സൗന്ദര്യമില്ല. ഇപ്പൊ താണ്ടെ കുറഞ്ഞ പിടച്ച കോലക്കെട്ട്. നീ എനിക്ക് വിശക്കുന്നു, കഴിക്കാൻ താ. നീ ആദ്യം പോയി ഒന്ന് കുളിച്ചേച്ച് വാ, മാറിയിട്ട് വയ്യ. ആദ്യം കഴിക്കട്ടെ, പിന്നല്ലേ കുളി. അതിനോട് വെച്ചോളെ നിനക്ക് അവിടെ കഴിക്കാന്ന് കിട്ടിയല്ലേ? പിന്നെ കഴിച്ചു സൂചിച്ച് ജീവിക്കല്ലായിരുന്നോ ഞങ്ങളുടെ ഹോസ്റ്റലില്. കേരളം വിട്ടോ ഫുഡിന്റെ കാര്യം കട്ട പോയ. അവിടെയാണ് ഉരുളക്കിഴങ്ങ് മാത്രമേ ഉള്ളൂ. രാവിലെ ഉച്ചയ്ക്ക് വൈകിട്ടും എല്ലാം അത് തന്നെ. ഇതിന് മാത്രം ഉരുളക്കിഴങ്ങ് എഴുതുന്നെന്ന് ഞാൻ ആലോചിക്കുന്നേ. എനിക്കിപ്പോ ഇത് കാണുമ്പോ തന്നെ ആത്മഹത്യ തോന്നും. എന്താ ഇത്? ഉരുളക്കിഴങ്ങ് മെഴുക്കുവരട്ടിയാ. സൂപ്പർ. എല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. സിസ്റ്റേഴ്സ്, മാതൃജ്യോതിയിലെ അമ്മമാർ, മറ്റംഗങ്ങൾ, ACYM-ലെ എന്റെ അഭിപ്രായത്തിലേ ഇച്ചിരൂടെ മധുരം വേണം. എന്റെ അഭിപ്രായം ഇവിടെ ആരെന്ന് ചോദിച്ചാ നീ കൂടുതൽ റെഫർ അടിക്കാൻ അവിടുത്തെ ചോദിച്ചാ. ഞാനിപ്പോൾ ഇവിടുന്ന് പോകണമെന്ന് കരുതി അതെന്നേക്കുമുള്ള സ്ഥിരം പോക്കാണെന്ന് കരുതണ്ട. ഇടയ്ക്ക് ഞാനിങ്ങോട്ട് വരും. അതുപോലെ നിങ്ങളും ഇടയ്ക്കൊക്കെ ആ ഇടവകയിലോട്ടും വരണം. ആ ദേവരത്തൻ വരുന്നുണ്ട്, നമ്മുടെ ജോസ്മോൻ. സത്യം പറഞ്ഞാൽ ഇവനില്ലെങ്കിൽ എൻ്റെ വെള്ളം കൂടി മുടങ്ങും. നമ്മുടെ മോട്ടോർ കേടുവന്നാൽ അത് നന്നാക്കുന്നത് ഇവനാ. ഞാൻ വിളിച്ചാൽ ദേ വരുന്നച്ചോ എന്നും പറഞ്ഞ് ഇവൻ ഓടി വരും. ആ നന്ദിയുണ്ടടാ. ആ അവിടുത്തെ ഇടവകയിൽ മോട്ടോർ കേടുവന്നാലും നിന്നെ ഞാൻ വിളിക്കും. അപ്പോൾ നീ ഓടി വന്ന് അത് റിപ്പയർ ചെയ്ത് തരണം കേട്ടോ. നാളെ രാവിലത്തെ കുർബാനയും കഴിഞ്ഞ് അച്ഛനങ്ങ് പോകും. നമ്മുടെ ഇടവകയിൽ പിന്നെ പാപികളൊന്നും ഇല്ലാത്തതുകൊണ്ട് കുംഭസാരത്തിന് ആരും കാണില്ല എന്ന് പ്രതീക്ഷിക്കാം. നമ്മുടെ പള്ളിയിലെ മോട്ടർ പലപ്പോഴും കേടായതല്ല. ഞാനത് പലപ്പോഴും ഞാൻ കേടാക്കിയതായിരുന്നു. പൈസയുടെ അത്യാവശ്യം കൊണ്ട് അറിയാതെ ചെയ്തു പോയതാ. പക്ഷെ ഇഷ്ടം പോലെ തവണ ഞാൻ കേടാക്കാതെയും അത് കേടായിട്ടുണ്ട്. ശരിക്കും ആ മോട്ടോർ മാറ്റി വെക്കാറായതാ അല്ലേടാ? അതെ. എന്നാ ഒരു കാര്യം ചെയ്യുക, ഞാൻ ആ പുളിക്കൽ മാത്യൂസിൻ്റെ കടയിൽ വിളിച്ച് പറഞ്ഞേക്കാം. നീ അവിടെ പോയിട്ട് നല്ലൊരു മോട്ടോർ വാങ്ങി ഇവിടെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്യും. പിന്നെ ഒരു കാര്യം, അത് സ്വയം കേടുവരുന്നതിന് മുമ്പ് നിന്നെ ഈ പരിസരത്തെങ്ങും കണ്ടുപോകരുത്. ഓ എന്നാ പൊക്കോ. അല്ല അപ്പോ പ്രായശ്ചിത്തം? ഇതാ പ്രായശ്ചിത്തം. നീ ഫിറ്റ് ചെയ്യുന്നതിന് നിനക്കൊരു കൂലിയും തരുന്നില്ല. പോരെ? മതി. ഒരു പുണ്യാളം വന്നിരിക്കുന്നു. പോടാ. നമ്മൾ സാവകാശം കൊടുത്തു എന്നല്ലാതെ ജോസ്മാൻ ഇതുവരെ ഒന്നും തിരിച്ചടച്ചിട്ടില്ല. ഇക്കാര്യത്തിൽ ഇനി എനിക്കൊന്നും ചെയ്യാൻ കഴിയില്ല. ബാങ്കിന് ബാങ്കിന്റെ കാര്യങ്ങളായിട്ട് മുന്നോട്ട് പോകാതിരിക്കാൻ പറ്റത്തില്ല. ഈ മാസം 31 മുമ്പ് 1 ലക്ഷം രൂപയെങ്കിലും അടച്ചെങ്കിലേ എന്നെ കൊണ്ട് എന്തെങ്കിലും ചെയ്യാൻ പറ്റൂ. അല്ലെങ്കിൽ ആകെ കുഴയും. ജോസ്മോനെ, നീ എന്തെങ്കിലും മറുപടി പറയടാ. ഞാൻ എങ്ങനെയാലും അടച്ചോളാം. നമുക്കൊരു 75 രൂപയെങ്കിലും കിട്ടാനുള്ള വല്ല വകുപ്പും ഉണ്ടാവുമോ ചേട്ടാ? അല്ല, നമുക്ക് കാശ് ഉള്ള വേറെ ആരെങ്കിലും ഉണ്ടാവോ പെട്ടെന്ന് മറിക്കാൻ? ശരി, ഓക്കെ. ഒരു രക്ഷയില്ല. എടാ, നമ്മുടെ മാളിയേക്കല്ലേ സാം അമേരിക്കന്ന് വന്നിട്ടില്ലേ? അവൻ നമ്മളോട് പഠിച്ചതല്ലേ? അവനോടൊന്ന് ചോദിച്ചു നോക്കിയാലോ? മാളിയേക്കല്ലേ സാം? എടാ, അവൻ നമ്മുടെ കൂടെ പഠിച്ചതൊന്നും പറയല്ലേ. അവൻ പഠിച്ച സ്കൂളിലാണ് നമ്മൾ പോയെന്ന് പറ. പഠിച്ചിരുന്നേലേ ഇതുപോലെ ഊമ്പി നിൽക്കേണ്ട വരില്ലായിരുന്നു. നിനക്ക് ഈ മേടിക്കുക എന്നൊരു ചിന്ത മാത്രമേ ഉള്ളൂ. ഇപ്പോൾ ഒരു കുന്നോളം വാങ്ങിച്ചു കൂട്ടിയിട്ടുണ്ടല്ലോ, ഇതൊക്കെ നമ്മൾ തന്നെയല്ലേ കൊടുക്കണ്ടേ? എടാ, ഒരു കാര്യം പറഞ്ഞാൽ നീ കല്ലൊന്നും എടുത്തെറിയാൻ നിൽക്കരുത്. നീ ആ ബുള്ളറ്റ് വല്ലതും വിറ്റിട്ട് ആ ബാങ്കിലെ കാശ് കുറച്ചെങ്കിലും അടയ്ക്കാൻ നോക്ക്. എന്നിട്ട് ഇപ്പോൾ ഉള്ള വീട് വല്ലതും വിറ്റിട്ട് കുറച്ചെവിടെയെങ്കിലും മാറി വല്ല വാടകയ്ക്കോ അല്ലെങ്കിൽ വല്ല ചെറിയ വല്ല വീടോ വല്ല സെറ്റപ്പ് ആക്കിയിട്ട് അമ്മേനെ കൊണ്ട് മാറി താമസിക്കും. അല്ലാതെ ഇങ്ങനെ സെൻറ്റിമെൻറ്റ്സും പിടിച്ചുകൊണ്ടിരുന്ന എങ്ങനെയാണ് കാര്യങ്ങൾ നടക്കുന്നത്? കുറച്ചുകൂടെയൊക്കെ പ്രാക്ടിക്കലായിട്ട് ചിന്തിക്കാൻ പഠിക്കും. അല്ലാതെ അപ്പ വരും. അപ്പ വന്നു കഴിഞ്ഞാൽ
ദിനമേ ഉയരിൻ ചിറകാകുന്നു നീ ചെറുതിൽ മുതലേ പിരിയാ നിഴലായേ പാദപലതിലിതിലേ പാഞ്ഞു കാലമകലേ ജനകതുല്യ വിരല പുനരുമുരസിലിവനേ. എടാ അവള് മറ്റന്നാ പോവും. അവളങ്ങ് എത്തുമ്പോഴെങ്കിലും അക്കൗണ്ടിൽ പൈസ ഇടണ്ടേ? ബുള്ളറ്റ് അങ്ങ് വിൽക്കാം. അവളുടെ ആവശ്യം കഴിഞ്ഞ് ബാക്കി കാശ് ബാങ്കിലിടാം. കുറച്ച് കാശ് കൊടുത്ത ഒരു സാവകാശം കിട്ടും. ആ സമയത്ത് അമ്മ പറഞ്ഞ പോലെ ഈ വീടൊക്കെ വിറ്റൊന്ന് സ്വസ്ഥമാവും. വാടക വീട്ടിൽ താമസിച്ചാൽ എന്നാ കുഴപ്പം? നമുക്ക് ബുള്ളറ്റ് വിറ്റ് തുടങ്ങാം. ഇനിയുള്ള കാലത്ത് പ്രാക്ടിക്കൽ അല്ലെങ്കിൽ ശരിയാവത്തില്ല. അപ്പയുടെ ബുള്ളറ്റ് വിറ്റിട്ട് എൻ്റെ ഫീസ് അടയ്ക്കണ്ട ചേട്ടായി. ചേട്ടയ്ക്ക് അത് ചെയ്യാൻ പറ്റുമോ? അതെന്താ പറ്റാത്തെ? പറ്റും. ഇതിപ്പോ അപ്പ നേരിട്ട് വന്നിട്ട് കാര്യം ചെയ്തിരുന്ന പോലല്ലേ. നീ വല്ല നേഴ്സൊക്കെ ആയിട്ട് അമേരിക്ക പോയി വരുമ്പോ പുതിയ മേടിച്ചെന്നാ മതി. നമുക്കെല്ലാവരും കൂടെ വല്ലതും കഴിക്കാം. ഞാൻ ചോറെടുത്ത് വയ്ക്കാം. പാദപലതിലിതിലേ പാഞ്ഞു കാലമകലേ ജനകതുല്യ വിരല പുനരുമുരസിലിവനേ. ബുള്ളറ്റ് എവിടെയപ്പാ? ഗതിവേഗം മുറിയും നിമിഷം പിരിയാനോ തുനിയും മനസ്സേ ഒരു തിങ്കൾ കല പോൽ മുകിലിൽ മറയാനോ കനവിൻ തിരിയേ ഓർക്കും തോറും വ്യഥ തീയായി മാറും സദാ ദിനമേ ദിനമേ ഉയരിൻ ചിറകാകുന്നു ഇവന്റെ അപ്പനാന്നാ പറയണേ. എന്റെ അപ്പനെ ഞാൻ കാശ് കൊടുത്ത് വാങ്ങിച്ചാൽ ശരിയാവോ? അപ്പൊ കാശ് കാശിനെ ആരൊക്കെ നമുക്ക് ശരിയാക്കാം. അത് ആരില്ലെന്നേ. പിരിയാ എന്റെ അപ്പനോട് ഞാൻ അത്രയെങ്കിലും ചെയ്യണ്ടേ? അല്ലേ ദിവസമോനെ? ശരി എന്നാ. ലോബിച്ചേട്ടൻ അന്നേരം വണ്ടിക്കൊരു വില പറഞ്ഞില്ലായിരുന്നോ? വണ്ടി വിറ്റേക്കാം. നേരാണോടാ? ഓ, അന്നാണെങ്കിൽ ഒരു പാർട്ടി എൻ്റെ പുറകെ നടന്നതാ. നിന്നോട് ഞാൻ എന്തേലും പറഞ്ഞതാ. ഇനിയിപ്പം വണ്ടി ഞാൻ എടുക്കാം. പക്ഷെ അന്ന് പറഞ്ഞ വിലയൊന്നും കിട്ടത്തില്ല. അയ്യോ, പിന്നെ ഒരു 10 രൂപയുടെ കുറയും. അത് ഭയങ്കര കുറവല്ലേ ചേട്ടാ? എന്ത് ചെയ്യാനാ? കച്ചവടം അല്ലേ? എനിക്കും എന്തെങ്കിലും കിട്ടണ്ടേ? ആ തുകയാണ് കച്ചവടം ഉറപ്പിക്കാം. ശരി. പൈസ ഒന്നും വേണോ? ആ, വേണം. നീ ഒരു 10 മിനിറ്റ് വെയിറ്റ് ചെയ്യ്. ഞാൻ ആ ബാങ്കിൽ പോയിട്ട് ഇപ്പോൾ വരാം. സെയിൽ ലെറ്റർ ഒന്ന് തന്നെ എഴുതിയേക്കാം. വണ്ടി കണ്ടീഷൻ ആണല്ലോ അല്ലേ? ആ എടാ, പിന്നെ കടയിൽ നോക്കണേ.